ഇനി നമ്മൾ ദേശീയ തലത്തിലെ വാർത്തകളിലേക്ക് എത്തിയാൽ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പട്നയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കും. രാഹുൽ ഗാന്ധി നാളെ വീണ്ടും സംസ്ഥാനത്തെത്തും. അതിനിടെ മൊകാമയിൽ ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്തു. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് പ്രചാരണം അത് ഏറ്റവും അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ആവേശം കൊടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഈ JDU സ്ഥാനാർത്ഥി അറസ്റ്റിലാകാനുണ്ടായ ഒരു സാഹചര്യം അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അടക്കം ഏത് തരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്? ഗുഡ് മോർണിംഗ്. JDU സ്ഥാനാർത്ഥി മൊഗാമയിലെ JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗ് ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് സംഘം റെയ്ഡ് നടത്തുകയും തുടർന്ന് അനന്ത് സിംഗിനെയും 2 അനുയായികളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതാണ് പോലീസിന്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 30-ാം തീയതിയാണ് പ്രചാരണത്തിനിടെ 2 പാർട്ടി പ്രവർത്തകരും, ജൻസുരാജ് പാർട്ടി പ്രവർത്തകരും JDU പാർട്ടിയുടെ പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. സ്ഥാനാർത്ഥികളുടെ വാഹനം എതിർദിശയിൽ വരികയും പിന്നീട് പ്രവർത്തകർ തമ്മിൽ അത് വാക്കേറ്റത്തിനിടയാക്കുകയും ഒടുവിൽ കല്ലേറിലേക്ക് കലാശിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ജൻസുരാജ് പാർട്ടി പ്രവർത്തകൻ, ഏതാണ്ട് 75 വയസ്സുള്ള ഒരു വയോധികൻ കൊല്ലപ്പെടുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണം നടക്കുമ്പോഴൊക്കെ തന്നെ അനന്ത് സിംഗിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളതെന്ന പ്രതികരണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അനന്ത് സിംഗ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നേരത്തെ നിരവധി തവണ ജയിലിൽ കടന്നിട്ടുണ്ട്. ഏതാണ്ട് തട്ടിക്കൊണ്ടുപോകൽ കേസ്, കൊലപാതകമടക്കം 50-ലധികം കേസുകളിൽ പ്രതിയാണ് ആയിരുന്നു അനന്ത് സിംഗ്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു നേതാവ് കൂടിയാണ് അനന്ത് സിംഗ്. ഏതായാലും ഈ പ്രചാരണം, ക്രമസമാധാനം അടക്കമുള്ള വിഷയം വലിയ തോതിൽ ജനസുരാജ് പാർട്ടി ഈ ഘട്ടത്തിൽ ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ പോവുകയാണ്. ഇനി പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. പട്ന അടക്കം ഉള്ള മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പട്നയിൽ റോഡ് ഷോ നടത്തുന്നത്. നേരത്തെ പലതവണ സംസ്ഥാനത്ത് റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു പോയതാണ്. ഇന്ന് വൈകിട്ട് പട്നയിൽ 5 മണിക്കാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം പട്ന BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല, അവിടെ 9 ഇടങ്ങളിൽ വിജയം നേടിയത് ഇന്ത്യ സഖ്യമായിരുന്നു. അപ്പോൾ NDA സംബന്ധിച്ച് പട്ന ജില്ലയിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മറികടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തി. അത് ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തലാണ് BJPക്കുള്ളത്. ഇന്നേതായാലും 3 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ദിനകർ സ്ക്വയറിൽ നിന്ന് ഗാന്ധി മൈതാനത്തിന് സമീപമുള്ള ഉദ്യോഗ് ഭവൻ വരെയുള്ള ദൂരത്താണ് റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തുന്നത്. മാത്രവുമല്ല, ഏതാണ്ട് 10 വെൽക്കം പോയിന്റ് ഉണ്ടാകും എന്നാണ് അറിയിച്ചത്. ഇവിടെ ആളുകൾ, ജനങ്ങൾ പ്രധാനമന്ത്രി സ്വീകരിക്കാനും പുഷ്പവൃഷ്ടി അടക്കം നടത്തും എന്നാണ് ഇപ്പോൾ BJP പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രിയെ തന്നെ ഇറക്കിക്കൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഇന്ത്യ സഖ്യവും വലിയ പ്രതീക്ഷയിലാണ്. ദേശീയ നേതാക്കളൊക്കെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും പ്രചാരണത്തിനായി നാളെ സംസ്ഥാനത്ത് എത്തുകയാണ്. ER രാഗേഷ് ആണ്. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അത് അടുത്ത ദിവസം നടക്കാനിരിക്കെ ഈ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്.